വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓപ്പൺ കോഴ്സിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. ട്രിഗണോമെട്രി എന്നൊരു പുതിയ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ട്രിഗണോമെട്രി ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെങ്ത്സ് ആൻഡ് ആംഗിൾസ്. പ്രധാനമായിട്ടും ട്രിഗണോമെട്രി എന്ന ഏരിയ ലെങ്ത്ത്, സൈഡ്സിൻ്റെ ലെങ്ത്തും ആംഗിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുന്ന ചില റിലേഷൻസാണ് ഡീൽ ചെയ്യുന്നത്. അതിനു മുമ്പായി നമുക്ക് ആംഗിൾസ് എന്താണെന്ന് നോക്കാം. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് എടുക്കുമ്പോൾ, ലൈൻ സെഗ്മെൻറ്റ്സ് മീൻസ് പാർട്ട് ഓഫ് ലൈൻ, അതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പലാണ് തീറ്റ. ഓക്കെ, നമുക്ക് ആംഗിളിനെ രണ്ട് തരത്തിൽ മെഷർ ചെയ്യാം. ഒന്ന് ഡിഗ്രി മെഷറും, രണ്ട് റേഡിയൻ മെഷറും. നമ്മൾ സാധാരണയായിട്ട് ഡിഗ്രി മെഷറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിഗ്രി ആയിട്ടും റേഡിയൻ ആയിട്ടും മെഷർ ചെയ്യാം. നമ്മൾ സാധാരണയായിട്ട് ഡിഗ്രി മെഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇറ്റ് ഡീൽസ് വിത്ത് ട്രയാങ്കിൾസ്, എസ്പെഷ്യലി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. സോ ട്രയാങ്കിൾസിന് ABC എന്നൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഈ ട്രയാങ്കിളിന് 3 സൈഡ്സും 3 ആംഗിൾസും ഉണ്ട്. രണ്ട് ലൈൻ സെഗ്മെൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ആംഗിൾസും 3 സൈഡ്സും ഉണ്ട്. AB എന്നൊരു സൈഡ്, BC എന്നൊരു സൈഡ്, AC എന്ന് പറയുന്ന സൈഡ്. ഈ 3 സൈഡ്സിനും ഓരോ ലെങ്ത്തുകളുണ്ട്. ഈ 3 ആംഗിൾസും ഈ 3 സൈഡ്സിൻ്റെ ലെങ്ത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന, സോ ഇങ്ങനെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആംഗിൾസും സൈഡ്സിൻ്റെ ലെങ്ത്തുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പുകളാണ് പ്രധാനമായിട്ടും ട്രിഗണോമെട്രിക്കകത്ത് ഡീൽ ചെയ്യുന്നത്. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ ടെർമിനോളജീസ്. ആംഗിൾസുമായി ബന്ധപ്പെട്ട നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ചില ടെർമിനോളജീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ടെർമിനോളജി ഈസ് ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ ഓഫ് എലവേഷൻ എന്നതുകൊണ്ട് സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത്, കൺസിഡർ ദാറ്റ് യു ആർ ആൻ ഒബ്സർവർ ഓ. നമ്മൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റിനെ നമ്മൾ നോക്കുകയാണ്. ഈ ഒബ്സർവറിൻ്റെ ഗ്രൗണ്ട് ലെവലിലുള്ള ഈ പോയിന്റിന് താഴെയുള്ള പോയിൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒബ്സർവർ എ എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒരു ഒബ്സർവർ ഒരു പോയിന്റ് റൈറ്റ് എബോവ് ഹിം, മുകളിലേക്കുള്ളൊരു പോയിന്റിൽ നോക്കുമ്പോൾ ആ പോയിന്റും ആ ഒബ്സർവറിൻ്റെ ഗ്രൗണ്ട് ലെവലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാകും, കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, രണ്ടാമത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്സർവർ ഒ എന്ന് പറയുന്ന ഒരു ഒബ്സർവർ അയാളുടെ ലെവലിന് കീഴെയുള്ള ഒരു പോയിന്റിനെ നോക്കുകയാണ്, എ എന്ന് പറയുന്ന പോയിന്റിനെ നോക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ദ അതിൻ്റെ ഗ്രൗണ്ട് ലെവലാണ് എക്സ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒബ്സർവറിൻ്റെ ലെവലിന് കീഴെയാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ കറസ്പോണ്ടിങ് ടെർമിനോളജിയാണ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. സോ നമ്മളൊരു ഒബ്സർവർ ഒ എന്ന് പറയുന്ന ഒരു ഒബ്സർവർ AB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കുന്നു. ദിസ് ഈസ് ആക്ച്വലി AB എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ ഇതിന് ഈ ഒബ്സർവറിൻ്റെ ഗ്രൗണ്ട് ലെവൽ കറസ്പോണ്ടിങ് പോയിൻ്റാണ് എക്സ് എന്ന് കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, സോ ഇങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം രണ്ട് പോയിന്റ് B എന്ന് പറഞ്ഞ പോയിന്റിലേക്കും
എ എന്ന് പറഞ്ഞ പോയിന്റിലേക്കും നോക്കണം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒബ്സർവറിൻ്റെ മുകളിലോ താഴെയോ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെക്കുന്നു, എ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ട്. സോ ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒബ്സർവർ ഈ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കും എൻഡിങ് പോയിന്റിലേക്കും നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് മുകളിലേക്കും താഴേക്കും നോക്കുമ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒബ്ജക്റ്റ് മുകളിൽ മാത്രമല്ല താഴെയും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ഒബ്ജക്റ്റ് എന്ന് പറയാം. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ മുകളിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവറിൻ്റെ വിഷനെ എലവേറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് അതിനെ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് കേസിൽ ഒബ്സർവറിൻ്റെ ഐസൈറ്റിനെ അല്ലെങ്കിൽ വിഷനെ ഡിപ്രസ് ചെയ്യുന്നു, താഴേക്ക് നോക്കുന്നു, അതുകൊണ്ടാണ് അതിനെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ടെർമിനോളജീസ് വിച്ച് വി നീഡഡ് ഇൻ ഓർഡർ ടു സ്റ്റഡി ദ ഫർദറിംഗ് കൺസെപ്റ്റ്. ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, നമ്മൾ പ്രധാനമായിട്ടും ഒരു ട്രയാങ്കിളിൻ്റെ, പ്രത്യേകിച്ച് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആംഗിളും അതിൻ്റെ സൈഡ്സും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും 6 റേഷ്യോസാണ്, ട്രിഗണോമെട്രിക് റേഷ്യോസാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ് തീറ്റ എന്ന് കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് എ ബി സി. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 സൈഡ്സ് തമ്മിലെടുത്താൽ അതിന് സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ കൺസിഡർ 6 ഡിഫറെൻറ്റ് റേഷ്യോസ്. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റിനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കേസിൽ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ആംഗിളിനെ റേഷ്യോസുമായിട്ട് കണക്ട് ചെയ്യാണ്. ദ ഫസ്റ്റ് റേഷ്യോ ഈസ് കോൾഡ് സൈൻ തീറ്റ. സൈൻ തീറ്റ ഈസ് ആക്ച്വലി ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് ബി സി ഡിവൈഡഡ് ബൈ എ സി. ഓക്കെ, സിമിലർലി അഡ്ജസൻറ്റ് സൈഡിനെയും ഹൈപ്പോട്ടിന്യൂസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് കോസ് തീറ്റ. ദാറ്റ് ഈസ് എ ബി ഡിവൈഡഡ് ബൈ എ സി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ടിന്യൂസിനെയും കണക്ട് ചെയ്തു, അഡ്ജസൻറ്റ് സൈഡിനെയും ഹൈപ്പോട്ടിന്യൂസിനെയും കണക്ട് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസൻറ്റ് സൈഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ടാൻ തീറ്റ എന്ന് വിളിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി ബി സി ഡിവൈഡഡ് ബൈ എ ബി. ഇനി നമുക്ക് ആദ്യം ബി സിയും പിന്നെ എ സിയും എടുത്തിട്ടാണ് റേഷ്യോ ഇവിടെ എടുത്തത്. ഇനിയും ഇതിൻ്റെ തിരിച്ചും എടുക്കാം, ആദ്യം എ സിയും പിന്നീട് ബി സിയും എടുക്കാം. അങ്ങനെ കിട്ടുന്ന റേഷ്യോ ആണ് നമ്മൾ കൊസീക് തീറ്റ എന്ന് വിളിക്കുന്നത്. കൊസീക് തീറ്റ ഈസ് ആക്ച്വലി എ സി ഡിവൈഡഡ് ബൈ ബി സി. അതുപോലെ തന്നെ ഇതും തിരിച്ചു നമുക്ക് എടുക്കാം, ആദ്യം എ സിയും പിന്നെ എ ബിയും എടുത്താൽ അതിനെയാണ് സീക്ക് തീറ്റ എന്ന് വിളിക്കുന്നത്, എ സി ബൈ എ ബി. നൗ ഇതിനെയും നമുക്ക് തിരിച്ചെടുക്കാം, എ ബിയും എ സിയും എടുക്കാം, ബി സിക്കും എ ബിക്കും പകരം ആദ്യം ഓർഡർ ചേഞ്ച് ചെയ്തെടുക്കാം, വിച്ച് ഈസ് ആക്ച്വലി കോട്ട് തീറ്റ. സോ ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാം, വിച്ച് ഈസ് ആക്ച്വലി 1 ബൈ സൈൻ തീറ്റ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി 1 ബൈ കോസ് തീറ്റ. ദിസ് ഈസ് ആക്ച്വലി 1 ബൈ ടാൻ തീറ്റ. സോ നമുക്കിങ്ങനെ 6 ഡിഫറെൻറ്റ് ട്രിഗണോമെട്രിക് റിലേഷൻസ് ആണ് കിട്ടുന്നത്. അത് തമ്മിൽ ഉള്ള റിലേഷൻസും നമുക്ക് കിട്ടി. ഓക്കെ, കൊസീക് തീറ്റയുടെ റെസിപ്രോക്കലാണ് സൈൻ തീറ്റ, അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കൊസീക് തീറ്റ. സീക് തീറ്റയുടെ റെസിപ്രോക്കലാണ് കോസ് തീറ്റ, അല്ലെങ്കിൽ കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് സീക് തീറ്റ. കോട്ട് തീറ്റയുടെ റെസിപ്രോക്കലാണ് ടാൻ തീറ്റ, അല്ലെങ്കിൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. സോ ദീസ് ആർ ദ 6 ഡിഫറെൻറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചെയ്തത് ഈ ആംഗിളിനെ സൈഡ്സിൻ്റെ ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്.
സൈഡ്സിൻ്റെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോസിനെ ആംഗിളിൻ്റെ ഒരു മെഷറാക്കി എടുക്കുകയാണ് ചെയ്തത്. സോ ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ട്രിഗണോമെട്രിക് റേഷ്യോസ്. അപ്പോൾ നമുക്ക് ഈ സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ ആംഗിൾ അറിഞ്ഞാൽ മതി. പ്രത്യക്ഷത്തിൽ ഈ ആംഗിളും ഈ സൈഡിൻ്റെ ലെങ്ത്തും തമ്മിൽ ബന്ധമില്ലെങ്കിലും സൈന്, കോസ്, ടാന്, കൊസീക്ക, സീക്ക, കോട്ട് എന്നീ 6 റിലേഷൻഷിപ്സ് ഈ ആംഗിൾസിനെയും സൈഡ്സിൻ്റെ ലെങ്ത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. സോ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ തരികയാണെങ്കിൽ നമുക്ക് ഈ സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈസിലി കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലം വിച്ച് വി ആർ ഡീലിംഗ് വിത്ത് ഇൻ ദിസ് സെക്ഷൻ. നമുക്ക് ആംഗിൾ തരുമ്പോൾ ആ ആംഗിൾ വെച്ചിട്ട് നമ്മൾ സൈഡ്സിൻ്റെ ലെങ്ത്ത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം.